നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പൃഥ്വിരാജ് നായകനായി വേഷമിട്ട് വന്ന ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ. അമ്പരിപ്പിക്കുന്ന കുതിപ്പാണ് പൃഥ്വിരാജ് വേഷമിട്ട ചിത്രം ഗുരുവായൂർ അമ്പലനടയിൽ ആഗോളതലത്തിൽ നടത്തുന്നത്. പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ 86 കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അമ്പലനടയിൽ 4ാം ആഴ്ചയിലും ആഗോളതലത്തിൽ പ്രദർശനം നടത്തുന്നത് 190-ലധികം തിയേറ്ററുകളിലാണ് എന്നതാണ് വിജയത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് 2024-ലെ ഓപ്പണിംഗ് കളക്ഷനിൽ ഗുരുവായൂർ അമ്പലനടയിൽ 3ാം സ്ഥാനത്താണ് എന്നതാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പൃഥ്വിരാജ് നായകനായ ആടുജീവിതം 5.83 കോടി രൂപ നേടി കേരളത്തിൽ രണ്ടാമതുണ്ടെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോഹൻലാലിന്റെ മാലൈക്കോട്ടെ വാലിബൻ 5.85 കോടിയുമായി റിലീസിന് കേരളത്തിൽ 1ാം സ്ഥാനത്തുണ്ട്. സംവിധായകൻ വിപിൻ ദാസിന്റെ ചിത്രത്തിന്റെ ഷോകൾ ഹൗസ്ഫുള്ളായാണ് പ്രദർശനം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ട്. ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുപ്രിയ മേനോനും E4 എന്റർടൈൻമെന്റിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്തയും CV സാരഥി എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഗുരുവായൂർ അമ്പലനടയിൽ കോമഡി എന്റർടൈനർ ചിത്രമായിട്ടാണ് പ്രിയങ്കരമാകുന്നത്. കല്യാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ബേസിലും പ്രധാന വേഷമിട്ട ഒരു ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ.